വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കുട്ടി വ്ളോഗാണ്. നമ്മൾ ആലപ്പുഴ ബീച്ചിലോട്ടൊന്ന് പോവുകയാണ്. നമ്മുടെ പ്രീവിയസ് വീഡിയോയുടെ ബാലൻസ് ആയിട്ടാണ്. ഞാൻ ആ വീഡിയോയിൽ ഓൾറെഡി ഞാൻ മെൻഷൻ ചെയ്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാണാത്തവരൊന്ന് കണ്ടു നോക്കാം, ഞാൻ ഇതിൽ ടാഗ് ചെയ്തേക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ കസിൻസ് എല്ലാവരും കൂടെ ആയിട്ടായിരുന്നു നമ്മൾ പോയത്. അതിനു മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരുണ്ടെങ്കിൽ വെൽക്കം ടു മൈ ഫാമിലി. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോസ് കണ്ടാൽ ഇഷ്ടപ്പെടുവാണെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. ഓക്കെ, നമ്മളൊരു വൈകുന്നേരം ഒരു 5:30-6 മണി പരുവത്തിലായിരുന്നു നമ്മൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. കുറച്ച് ബ്ലോക്ക് ഉണ്ടായിരുന്നു. അന്നക്കുട്ടിയാണെങ്കിൽ വണ്ടിയിൽ വെച്ച് കുറച്ച് ബഹളമായിരുന്നു. അവൾക്ക് ഒന്നാമത്തെ കാര്യം, അവൾക്ക് ചൂട് എടുത്ത് വണ്ടി സ്ലോ ആക്കുമ്പോഴത്തേനും അവൾക്ക് ദേഷ്യം വരും. പക്ഷേ ആൾ ബീച്ചിൽ ചെന്നപ്പോഴത്തേനും നല്ല സൈലൻ്റായിട്ട് ആൾ എൻജോയ് ചെയ്തു. പോകുന്ന വഴി നമ്മൾ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് വരുന്ന നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ വോയിസ് ഓവർ കൊടുക്കുന്നത് ചിലപ്പോൾ നിങ്ങൾക്ക് സൗണ്ട് കുറവായിട്ടായിരിക്കും തോന്നുന്നല്ല, സൗണ്ട് കുറവായിരിക്കും. ഇവിടെ ഒരാൾ ഉറങ്ങിക്കിടക്കുമ്പോഴാണ് ഞാനിത് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് കാരണം ഞാൻ സൗണ്ട് കുറച്ചിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ഞാൻ ഫസ്റ്റിൽ തന്നെ സോറി പറയുന്നത്. നമ്മളങ്ങനെ പമ്പിൽ കയറി പെട്രോൾ അടിച്ചിട്ട് നമ്മളതാ നേരെ ബീച്ചിലോട്ട് പോവുകയാണേ. തുമ്പി എവിടെ പോയേ? എവിടെ പോവാ പറഞ്ഞേ? ഏത് ബീച്ചിലാ? സൺഡേ ആയത് കാരണം ബീച്ചിൽ നല്ല തിരക്കായിരുന്നു. അതിൻ്റെ ബ്ലോക്കാണ് ഇപ്പം നിങ്ങൾക്ക് കാണാനും സാധിക്കും. നല്ല ബ്ലോക്കെന്ന് വെച്ചാൽ നല്ല ബ്ലോക്കായിരുന്നു. നമ്മൾ കുറച്ച് നേരമൊക്കെ ഒന്ന് പോസ്റ്റായിട്ട് കിടന്നു. പിന്നെ വരുന്നൊരു പോസ്റ്റാണ് വണ്ടി പാർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആലപ്പുഴ ബീച്ചിൽ പോകുന്നത്. പക്ഷേ ഈ പ്രാവശ്യം പോയിട്ട് ഞാൻ കണ്ടതിനേക്കാളും കുറച്ചുകൂടെ തിരക്ക് ഇപ്പോഴത്തെ ഇതായിട്ട് തോന്നി. ഇത് നമ്മൾ ബീച്ചിലെത്തിയതിൻ്റെ ഒരു വ്യൂ ആണ്. പിന്നെ അവിടെ പാരച്യൂട്ടിൻ്റെ റൈഡൊക്കെ നടപ്പുണ്ടായിരുന്നു. അതിൽ ആദ്യമായിട്ടാണ് അത് നേരിട്ട് കാണുന്നത്, ആ ഒരു വ്യൂ. ഞാനതിൻ്റെ ക്ലിപ്പ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തോളാവേ. അന്നക്കുട്ടി ഇതൊക്കെ ബീച്ചിലെ വ്യൂ ഒക്കെ നന്നായിട്ട് ആസ്വദിച്ച് അനങ്ങാതിരുന്നു കേട്ടോ. അവൾ പോകുന്നത് വരെ സൈലൻ്റായിട്ടിരുന്നു. സാധാരണ പുറത്ത് വല്ലതും കൊണ്ടുപോകുമ്പോഴത്തേനും ഇവള് ബഹളം വെച്ച് കരയും. പക്ഷേ ബീച്ച് അവൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. പിന്നെ നല്ല കാറ്റും ഇല്ലേ, അത് കാരണം ആൾ നല്ല ഇതായിട്ടിരുന്നു. തുമ്പിയും എൻജോയ് ചെയ്ത് ഇരിക്കുക. ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, നിങ്ങൾക്ക് ലോങ് വീഡിയോസാണോ ഷോർട്ട് വീഡിയോസാണോ ഇഷ്ടമെന്ന്. അപ്പോൾ കുറേ അധികം പേര് ലോങ് വീഡിയോസ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം മാക്സിമം ഞാൻ ഇനി മുതൽ ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ നോക്കാം. കുഞ്ഞുള്ളത് കാരണം എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊക്കെ അങ്ങനെ അപ്ലോഡ് ചെയ്യാതിരുന്നത്. ഓക്കെ, ഇതാണ് ഞങ്ങളുടെ തുമ്പിക്കുട്ടി, ഹസ്ബൻഡിൻ്റെ ചേട്ടൻ്റെ കൊച്ചായിട്ടോ. ആൾക്ക് 2 വയസ്സാകാൻ പോകുന്നു. അതുപോലെ വീഡിയോസ് എന്ത് ടൈപ്സ് വീഡിയോസാണ് നിങ്ങൾക്ക് ഇഷ്ടമെന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ വളരെ നല്ലതായിരിക്കും. കാരണം എനിക്കറിയത്തില്ലല്ലോ നിങ്ങൾക്ക് എങ്ങനത്തെ വീഡിയോസാണ് ഇഷ്ടമെന്ന്. അപ്പം എനിക്കിപ്പം ചെയ്യാൻ പറ്റുന്നതൊക്കെ ഞാൻ ഇടുന്നതായിരിക്കും. എന്നാലും നിങ്ങൾക്കും ഓരോ എന്താ പറയുക, കണ്ടൻറ്റൊക്കെ കാണുമല്ലോ. അപ്പം അത് നിങ്ങളൊന്ന് കമൻ്റായിട്ടൊന്ന് ഇടുക. ഓക്കെ, നിങ്ങൾക്ക് ഞാനിപ്പം ഒരാളുടെ കുറച്ച് ആക്ഷൻസ് കാണിച്ചു തരാം. ഇപ്പം ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ പറഞ്ഞ താരം, ആരോൺ എന്നാണ് പേര്. ഇതിൻ്റെ കുറച്ച് ആക്ഷൻസൊക്കെ ഉണ്ട്. ഞാനത് ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യാവേ. ഓക്കെ, ഇവൻ ആരെയാണ് കാണിക്കുന്നതെന്ന് ഞാൻ മറന്നുപോയി. ഓർക്കുകയാണെങ്കിൽ ഞാനിവിടെ എഡിറ്റ് ചെയ്ത് ചേർത്തോളാവേ. ഓക്കെ, ഇപ്പം നേരം കുറച്ച് സന്ധ്യ ആയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മുടെ പാരച്യൂട്ട് റൈഡ് നടക്കുവാണ്. എനിക്ക് തോന്നുന്നു 1 അവറിന് എന്തോ 1500 2000 അങ്ങനെ എന്തോ ആണ് റേറ്റ്. ആദ്യമായിട്ടാണിത് കാണുന്നത്. പക്ഷേ എനിക്കിതിൽ കയറാനുള്ള ധൈര്യമൊന്നുമില്ല, എൻ്റെ ബോധം പോവും. പിന്നെ അതിന് ശേഷം നേരെ വന്ന് ആ ഒരു ചെറിയൊരു പാർക്ക് പോലെ ഇപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ബീച്ചിൽ, അങ്ങോട്ടൊന്ന് പോവുകയാണ്. നൈറ്റ് വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. അതിൻ്റെ ലൈറ്റും അറേഞ്ച്മെൻറ്റ്സും എല്ലാം നല്ല രസമുണ്ടായിരുന്നു.
അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം ഞങ്ങൾ നേരെ ഒരു കടയിലോട്ടാണ് പോയത്. അവർ ഐസ്ക്രീമായിരുന്നു കഴിച്ചത്. എനിക്ക് വെള്ളം കിട്ടിയാൽ മതിയെന്നായിരുന്നു. തൊണ്ട നന്നായിട്ട് വരണ്ട് വലിഞ്ഞു പിടിക്കുകയായിരുന്നു. അത് കാരണം ഞാൻ ഒരു സർബത്തായിരുന്നു മേടിച്ച് കഴിച്ചത്. അവർ ഐസ്ക്രീമും കഴിച്ചു. ഉപ്പിലിട്ട കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷേ നൈറ്റ് ആയത് കാരണം മേടിച്ചില്ല. അല്ലെങ്കിൽ നമ്മളത് മേടിക്കുന്നതാണ്. കാരക്ക ഉപ്പിലിട്ടത്, നെല്ലിപ്പുളി, പിന്നെ നെല്ലിക്ക, ക്യാരറ്റ്, മാംഗോ. പിന്നെ അന്നക്കുട്ടിക്കും തുമ്പിക്കും ഒരു പമ്പരം മേടിക്കാൻ വേണ്ടി കടയിൽ കയറിയായിരുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നവരേക്കും ബായ്.